അതിൻ്റെ പേരിലാണ് 33,000 34,000 പെൺകുട്ടികളെ പറ്റി കള്ള സിനിമയുണ്ടാക്കി കേരള സ്റ്റോറി എന്ന്, അതാണ് കേരള സ്റ്റോറി എന്ന് പ്രധാനമന്ത്രി വിളിച്ചു പറയുന്നത്. നമ്മൾ പറയും അതല്ല സർ കേരള സ്റ്റോറി, ഞങ്ങളീ പറയുന്ന കൂട്ടുകൃഷിയുടെ കേരള സ്റ്റോറി ഇവിടെയുണ്ട്. മതജാതി വർണ്ണവർഗങ്ങൾക്ക് അതീതമായി മനുഷ്യൻ ഒന്നിച്ച സാംസ്കാരിക ചരിത്രമുള്ള നാടാണ് ഈ നാട്. അബൂബക്കറും ശ്രീധരൻ നായരും കൂടി ഒരുമിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും ഇടവരമ്പുകൾ കൊത്തിമാറ്റി കൃഷി ചെയ്തപ്പോൾ നല്ല വിളവുണ്ടായി. ആ കൃഷിക്കിടയിൽ സൈനബ, ആ അബൂബക്കറിൻ്റെ മകൾ സൈനബയുടെ ഹൃദയത്തിലേക്ക് ശ്രീധരൻ നായരുടെ അനുജൻ സുകുമാരൻ പ്രണയത്തിൻ്റെ വിത്തെറിഞ്ഞു. അതിൽ ഇടശ്ശേരി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം നാടകത്തിൽ അവസാനം നല്ല വിളവ് ഇങ്ങനെ കൂമ്പാരം കൂട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് പ്രണയാതുരരായി സുകുമാരനും ആയിഷയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പോൾ അബൂബക്കർ ഇങ്ങനെ ചിന്താധീനനായിട്ട് ചോദിക്കും, പടച്ച തമ്പുരാനെ, ഇനിയിപ്പോൾ ഇതിനെന്താ ഒരു ബജ്ജി എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും നടത്തിയ ഒരു സമരമുണ്ടല്ലോ അല്ലേ, മതം മാറി നടത്തിയ വിവാഹത്തിൻ്റെ സമരം. അതൊരു മനുഷ്യ സമരമായിരുന്നു. അതിനെയാണിപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരിലാണ് 33,000 34,000 പെൺകുട്ടികളെ പറ്റി കള്ള സിനിമയുണ്ടാക്കി കേരള സ്റ്റോറി എന്ന്, അതാണ് കേരള സ്റ്റോറി എന്ന് പ്രധാനമന്ത്രി വിളിച്ചു പറയുന്നത്. നമ്മൾ പറയും അതല്ല സർ കേരള സ്റ്റോറി, ഞങ്ങളീ പറയുന്ന കൂട്ടുകൃഷിയുടെ കേരള സ്റ്റോറി ഇവിടെയുണ്ട്. മതജാതി വർണ്ണവർഗങ്ങൾക്ക് അതീതമായി മനുഷ്യൻ ഒന്നിച്ച സാംസ്കാരിക ചരിത്രമുള്ള നാടാണ് ഈ നാട്.